ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനാണ് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു സെക്കൻഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഹോസ്റ്റൽ ടൂർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കോറിഡോറും വെച്ച് ഞാനത് നിർത്തി. പിന്നെ ഇതുപോലൊരു ഡോറും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ റൂമിൻ്റെ ഡോറിനുള്ളിലേക്ക് കയറുകയാണ്, അതായത് ഹോസ്റ്റൽ റൂം ടൂർ ചെയ്യാണ്. അപ്പോൾ റൂം ടൂറിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡോറൊക്കെ അടച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ബാത്റൂമുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ ഷൂ റാക്കുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ. ഇവിടെ 2 ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ട്. ഇത് രണ്ടും എൻ്റെ റൂംമേറ്റ്സിൻ്റെതാണ്. അതിൻ്റെ മുകളിൽ അയൺ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് അയൺ ബോക്സ് ഒക്കെ അലൗഡാണ്. മറ്റേതാളുടെ ഹെയർ സ്ട്രൈറ്റ്നറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൽ 3 പേരാണുള്ളത്. എൻ്റെ റൂംമേറ്റ്സ്, ഇത് ഗായത്രിയുടെ ബെഡാണ്, ഇത് ഗൗരിയുടെ ബെഡാണ്, ആ വിൻഡോയുടെ സൈഡിലായിട്ട് കാണുന്നത് എൻ്റെ ബെഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 സ്റ്റഡി ടേബിളുണ്ട്. ഇത് ഗൗരിയുടെ സ്റ്റഡി ടേബിളാണ്, അത് എൻ്റെ സ്റ്റഡി ടേബിളാണ്, ഇത് ഗായത്രിയുടെ സ്റ്റഡി ടേബിളാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു കബോർഡുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന കബോർഡ്. ഈ കബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കബോർഡ് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, ഞാൻ എൻ്റെ തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് കബോർഡ്. ഇതിൽ ഞാൻ അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും നമ്മൾ സാധനങ്ങൾ വെക്കാം. ഇത് ഞാനൊന്ന് ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചതാണ് ഗൈസ്. പക്ഷേ കാറ്റ് പോയി. ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചേക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കബോർഡ്. നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ വെക്കാം. ബാക്കി ഡ്രസ്സ് ഞാൻ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെയായിട്ട് എൻ്റെ റൂംമേറ്റ് ഒരു സ്റ്റൂള് വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ ആളുടെ വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആൾ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇത് ആളുടെ സ്റ്റൂളാണ്. അപ്പോൾ ഇത് അവളുടെ ബെഡാണ്. ഇവിടെയായിട്ട് അവളുടെ ടെഡിയുണ്ട്. ഇവിടെ ഇത് ആൾ തന്നെ മേടിച്ചതാണ് ഗൈസ്. അവളുടെ വീട് മുംബൈയിലാണ്. അപ്പോൾ ആൾക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ട്. അന്നേരം അവളത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ആകെ അലൗഡുള്ള സാധനം കെറ്റിലാണ് ഗൈസ്. ഇൻഡക്ഷൻ കുക്കർ അലൗഡല്ല. അപ്പോൾ ഇതാണ് ആളുടെ സ്റ്റഡി ടേബിൾ. ഇതൊക്കെ ആൾ സെപ്പറേറ്റ് ചെയ്തതാണ്. ആൾക്ക് ഇങ്ങനെ ഒരു ക്രൈസൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് അവൾ ഒട്ടിച്ച വാൾ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. അവിടെയായിട്ട് എനിക്കൊരു കുഞ്ഞ് ടെഡിയുണ്ട് ഗൈസ്. ടീഷർട്ടൊക്കെ ഇട്ട് ഞാനവിടെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിള്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ് ഗൈസ്. അപ്പോൾ അതിനുള്ള ഒരു പഠിത്തത്തിൻ്റെ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ് ഗൈസ്. എനിക്കെന്തോ ഇവിടുത്തെ ഫുഡ് അങ്ങനെ അത്ര പറ്റുന്നില്ല. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചി അച്ചാറാണ്. മാങ്ങാച്ചാറും ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല. എനിക്കെന്തോ ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമല്ല. കഴിക്കുന്നവരുണ്ട് കേട്ടോ, കഴിക്കുന്നവരുണ്ടെന്നല്ല, ഞാനൊഴികെ ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ചാർജറാണ് ഗൈസ്. ഇതെൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ നോക്ക്, ശില്പ ഷാജി, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ സെയിം ID കാർഡാണ്. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വെളിയിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നമ്മളുടെ കോളേജ് നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല വ്യൂ ആണ് ഗൈസ് ഇവിടുന്ന്. ഇത് നമ്മളുടെ വുമൻസ് ഹോസ്റ്റലിൻ്റെ ഗേറ്റാണ്. അപ്പുറത്തേക്ക് മാറി നമ്മുടെ മെൻസ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് ഉണ്ട്. അപ്പോൾ സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് രണ്ടും നിൽക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ റൂം. അപ്പോൾ ഗൈസ്, ഇത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് ബ്രെഡായിരുന്നു. ഇത് മിൽക്കാണ്, ഇത് ബ്രെഡാണ്. ബ്രെഡും ബട്ടറുമാണ് എനിക്കിഷ്ടം. ജാമും അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് ബട്ടർ ഇഷ്ടമായതുകൊണ്ട് ഞാനത് എടുത്തതാണ്. പിന്നെ നമുക്ക് ചോക്കോസ് ഉണ്ട്. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട്. പിന്നെ ഇതിന് നമ്മുടെ നാട്ടിൽ ഇത് പുഴുങ്ങിയ ഏത്തക്കയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഏത്തക്ക എന്നാണ് പറയുന്നത്. ചിലയിടത്ത് വാഴയ്ക്കയെന്നൊക്കെ പറയാറുണ്ട്, ഓരോ പേരല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഗൈസ് എൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് റൂം. ഇവിടെയായിട്ട് എൻ്റെ ലോണ്ട്രി ബാസ്ക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ഡ്രോയർ, അതായത് സ്റ്റഡി ടേബിളിൻ്റെ അടിയിലുള്ളത്. ഇതിനകത്തിൽ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ റെക്കോർഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡും കുറച്ച് ബുക്സും ഒക്കെ താഴെ വെച്ചേക്കുന്നത് അധികം ഇപ്പോൾ എടുക്കാത്ത ബുക്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ എക്സാം ഉള്ള ബുക്സ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റൂം ടൂർ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. ട്രൈപോഡൊന്നും ഇല്ല ഗൈസ്. ഞാൻ ആ വിൻഡോയുടെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ചാരി വെച്ചേക്കാണ്. അപ്പം ജസ്റ്റ് ഒരു ബഡ്ഡിങ് യൂട്യൂബർ അല്ലേ, അപ്പോൾ അതിനുള്ള ഇതൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. ഒന്നാമത് എൻ്റെ അച്ഛന് തീരെ താല്പര്യമില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഫ്രണ്ട്സുമായിട്ട് വെളിയിൽ പോകരുതെന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇപ്പോൾ അച്ഛൻ എന്നോടൊക്കെ പറയുന്നത് യൂട്യൂബിൽ കളിക്കരുത്, പഠിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ് ഗൈസ്. ഇപ്പോൾ 1 മന്ത് സ്റ്റഡി ലീവാണ്. മാർച്ച് 4 മുതലേ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ആണ്. ഇവിടെ യൂണിവേഴ്സിറ്റി എക്സാംസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഉത്സവം പോലെയാണ്. അതായത് 1 മാസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടിയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം 15-ന് എക്സാംസ് കഴിയും. നമുക്ക് 3 സബ്ജക്റ്റാണ് സെക്കൻഡ് ഇയറിലുള്ളത്. പാത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി. അപ്പം ഈ 3 സബ്ജക്ട്സും ഇടയ്ക്കകത്ത് കുറച്ച് ലീവൊക്കെ ഉണ്ട് ഗൈസ്. 2-3 ദിവസം ലീവൊക്കെ ഉണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. അതായത് എല്ലാ സബ്ജക്റ്റിനും പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. അങ്ങനെ മൊത്തം 6 പേപ്പറാണ് നമ്മൾ എഴുതേണ്ടത്.
അപ്പം മാർച്ച് 15 കഴിയും. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽസ് തുടങ്ങും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ട്. എൻ്റെ റൂംമേറ്റ് ഒരാൾ വീട്ടിൽ പോയേക്കാണ്, മറ്റേ ആൾ ഇപ്പോൾ എക്സ്റ്റേണൽ പഠിക്കാൻ പോയേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും കാണും. അപ്പോൾ അവരോടാണ് പറയുന്നത്, ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി എന്തായാലും ഒരു മാസം ഫുൾ പഠിത്തമായിരിക്കും ഗൈസ്. ഇടയ്ക്ക് വല്ല ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഞാൻ തുടങ്ങി വെച്ചൊരു വീഡിയോ ആയതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്ത് തീർക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഗായത്രി വീട്ടിൽ പോയി, ഗായത്രി എക്സ്റ്റേണൽ പോയേക്കാണ്, ഗൗരി വീട്ടിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. മാത്രമല്ല ഫ്ലോറിലാണെങ്കിലും വലിയ സൗണ്ട് ഇല്ല. മിക്കവാറും ഉള്ളവരൊക്കെ വീട്ടിൽ പോയേക്കാണ്. ഇവിടെ നിന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇനിയും പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ ഓടിക്കും. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. റൂം ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോ. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇനി എന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ടാറ്റാ.